അസ്സലാമു അലൈക്കും. ഓർമ്മയിലൊരു നിലാവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സൂക്ഷ്മതയോട് ജീവിക്കാൻ സൃഷ്ടാവായ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പലതരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പരീക്ഷണഘട്ടങ്ങളിൽ നമ്മളെങ്ങനെ നമ്മുടെ സൃഷ്ടാവുമായി സംവേദിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആപത്ഘട്ടം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ, അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു ചരിതമുണ്ട്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിതം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദുആ നമ്മളെ പഠിപ്പിച്ചു തന്നത് മത്സ്യത്തിൻ്റെ ഉള്ളിലകപ്പെട്ട യൂനുസ് നബിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഒരു മത്സ്യത്തിൻ്റെ ഉള്ളിൽ ആയപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് മലക്കുകൾ പറഞ്ഞു, നിൻ്റെ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന്. അന്ന് അദ്ദേഹം ദുആ ചെയ്തതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഏതൊരു വിഷമഘട്ടത്തിലും ഏതൊരു വ്യക്തിക്കും പറയാവുന്ന ഒരു ദുആയാണ് ഇത്. സ്വന്തം ജീവിതത്തിൽ ഞാനും പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ നമ്മൾ സൃഷ്ടാവിനോട് എത്ര അടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. അദ്ദേഹം ദിനരാത്രങ്ങളിൽ എപ്പോഴും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമസ്കാരങ്ങളിൽ ഏർപ്പെടുകയും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടൊരു പ്രവാചകന് പോലും ഇത്തരമൊരു വിഷമഘട്ടം വരുമ്പോൾ ആ വിഷമഘട്ടത്തിൽ എങ്ങനെ അതിജീവിക്കണമെന്ന് ചരിത്രത്തിലൂടെ നമ്മളെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മുടെ സൃഷ്ടാവ് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാം. വിഷമഘട്ടങ്ങളെ, ആപത്ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഈ മഹത്തായ ദുആ കൊണ്ട് നമ്മൾ ഉദ്ബോധിക്കുന്നു. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ തീർച്ചയായിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരം ആയത്തുകളും ദുആകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാം. ഓർമ്മയിൽ ഒരു നിലാവ് ഇന്നത്തെ എപ്പിസോഡ് റിയാദിൽ നിന്നും വീണ്ടും ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർക്ക് വളരെ സന്തോഷകരമായ ഒരു ദിനമായിരിക്കും ഇത്. ഞാൻ റിയാദിൽ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയ അതിഥികളിൽ നിന്നും വ്യത്യസ്തനായ IT മേഖലയിൽ ഏറ്റവും കത്തിച്ചൊലിച്ച് നിൽക്കുന്ന പെരിന്തൽമണ്ണക്കാരൻ എടത്തനാട്ടുകര മെഹറൂഫ് പുളമണ്ണയാണ് ഇന്ന് എന്നോടൊപ്പം. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറ്റവും രസകരമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വളരെ സ്നേഹത്തോടെ, ആദരവോടെ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ മെഹറൂഫിനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ താങ്കളുടെ ഇവിടുത്തെ ഞാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ താങ്കളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യമുണ്ട് IT മേഖലയിൽ. ഞാൻ ഇതിനു മുമ്പ് ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് പലരെ പരിചയപ്പെടുത്തി റിയാദിൽ. പക്ഷേ അവരാരും ഈ മേഖലയിലില്ല. ഞാനിപ്പോൾ അറിഞ്ഞ 27 വർഷക്കാലമായി മെഹറൂഫ് ഇവിടെ വന്നിട്ട്, അല്ലേ? അതെ, 27 സൗദി അറേബ്യയിൽ ആദ്യം എവിടെയാണ് വിമാനം ഇറങ്ങിയത്? 27ാമത്തെ വർഷമാണ്. അതിലുപരി എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഏകദേശം 5-6 വർഷം നമ്മൾ കഠിനമായി പ്രയത്നിച്ച് ന്യൂയോർക്കിലെ നമ്മളെ ലൈസൻസ് കിട്ടിയതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ റമദാനും കൂടെയാണ്. അൽഹംദുലില്ലാഹ്. സൗദിയിൽ ഞാൻ ആദ്യമായിട്ട് വിമാനം ഇറങ്ങുന്നത് ജിദ്ദയിലാണ്. അതിനുശേഷം നേരെ ഞാൻ വന്ന് മദീനയിലായിരുന്നു. ആദ്യത്തെ എൻ്റെ ഇവിടുത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മദീനയിലാണ്. ആദ്യത്തെ 1 വർഷം ഞാൻ മദീനയിലായിരുന്നു. പിന്നെ മദീനയിലെ സാഹചര്യം ഒരു ഹോളി സിറ്റി ആയതുകൊണ്ട്, അതേസമയം അവിടെ അന്നത്തെ 27 വർഷം മുമ്പേ ഉള്ള ഒരു സൗദി അറേബ്യ ഒരു സാഹചര്യം വെച്ച് ഒരുപാട് നമുക്ക് IT അല്ലെങ്കിൽ ടെക്നോളജിക്ക് അത്രയും അധികം ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തൊരു സമയമായിരുന്നു. പക്ഷേ എന്തായിരുന്നു വിദ്യാഭ്യാസം? ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു തുടക്കം മുതലേ അതിൻ്റെ ഒരു പാഷനായിരുന്നു. അത് വലിയ ഒരു നീണ്ട കഥയാണ്. കാരണം എങ്ങനെ ഞാൻ ഇന്നീ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലെത്തി, അതല്ലെങ്കിൽ IT ആണ് നമ്മുടെ കോർ ബിസിനസ് എങ്കിലും മറ്റുള്ള അതർ ഡൊമൈൻ, അതായത് കോൺട്രാക്റ്റിംഗ്, ട്രേഡിങ്, അതേപോലെ കൺസൾട്ടിങ്, ഹെൽത്ത്, അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ IT-യിൽ നിന്ന് ഞങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം റീഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഹരിയാനയിൽ നമുക്കൊരു റൈസ് മില്ലുണ്ട്. അതിൻ്റെ ഒരു അരിയുടെ ഒരു ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. പക്ഷേ കോർ ബിസിനസ് നമ്മുടെ IT തന്നെയാണ്. 70 to 80% ബിസിനസ്സും നടക്കുന്നതാണ് IT-യിലാണ്. ആദ്യം GCC-യിൽ വന്ന് ഇറങ്ങിയത് മദീനയിലാണ്, അല്ലേ? ഈ മദീന തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം
അവിടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. GCCയിൽ എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഇവിടെ ആയിരുന്നു. എൻ്റെ മൂത്ത ബ്രദർ ഇവിടെ ആയിരുന്നു. പുള്ളി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതാണ്. അതേസമയം എൻ്റെ ഒരു മറ്റൊരു ജ്യേഷ്ഠൻ മരിച്ചുപോയി, പുള്ളി അള്ളാഹു, പുള്ളിയും ഇവിടെ തന്നെ ആയിരുന്നു. പിന്നെ അന്നത്തെ ഒരു ടിപ്പിക്കൽ മലപ്പുറത്തുള്ള ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രവാസമാണല്ലോ ഒരു ഓപ്ഷൻ. അതേസമയത്ത് ഇന്ന് ഏർലി 80-90s ഗൾഫിലോട്ടുള്ള ഒരു ഫ്ലോ ഇന്ന് യൂറോപ്പിലേക്കാണ്. പക്ഷേ അതെ, അപ്പം അന്നത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഉള്ള ഏകൊരു പ്രവാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു മലപ്പുറം ജില്ലയുടെ ഒരു അതിർത്തി ഗ്രാമമാണ് എടത്തനാട്ടുകര. പെരിന്തൽമണ്ണയാണ്. പിന്നെ ഇപ്പം നമ്മൾ സഹോദരന്മാരൊക്കെ അവരൊക്കെ സെറ്റിൽ ആയിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. അതായത് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ ജീവിതത്തിൽ കൃത്യമായിട്ട് നമ്മുടെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് അവർ സക്സസ് ആൻഡ് ഫെയിലിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ വി ആർ യൂട്ടിലൈസിങ് അവർ ടൈം. നമ്മൾ ടൈമിനെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, പാസ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ പഠിച്ചു വളർന്ന കുട്ടികളുടെ അവരുടെ ഒരു കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സിലബസ് ഇത് മാറ്റിയെടുക്കണം. കാരണം ഇനി എന്തായിരിക്കണം, കാരണം ഒരു സമയത്ത് റഹ്മാനിക്കൊക്കെ അറിയാം, നമ്മുടെ കേരളം 100% ലിറ്ററസി റേറ്റ് ഉള്ളതുകൊണ്ട് ലോകത്തിൻ്റെ ഏതൊരു ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു മലയാളിയെ കാണാൻ പറ്റിയിരുന്നു. അതെന്തുകൊണ്ടാണ്? അന്ന് നമ്മൾ 100% ലിറ്ററസി ഉള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറി വരിക. ഒരു ടെക്നോളജി കമ്പനിയുടെ ഒരു ഫൗണ്ടർ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ബാക്ക് ആൻഡ് ഓഫീസ് ഉള്ളത് ബാംഗ്ലൂരിലാണ്. നമ്മൾ മെയിൻ ഡെലിവറി സെൻറ്റർ ബാംഗ്ലൂരിലാണ്. അപ്പോൾ അവിടുന്ന് എനിക്ക് ആവശ്യമുള്ള IT റിസോഴ്സുകളിൽ 10 മുതൽ 15% വരെ മലയാളികൾ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതർ സ്റ്റേറ്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം എന്താ? കാരണം നമ്മുടെ കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയിട്ട് ടെക്നോളജി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വരണം. AI-യും VI-യും. അപ്പം ഇപ്പോഴേ അതുപോലൊരു തലമുറയെ വാർത്തെടുത്താൽ ഇനി അടുത്തൊരു തലമുറയും ലോകത്തിൻ്റെ എല്ലാ IT ഇൻഫ്രാസ്ട്രക്ചറിലും നമുക്ക് നമ്മുടെ മലയാളികളെങ്കിലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതെ, പിന്നെ ഇപ്പോൾ ഇവിടെ ഒരാളൊരു ബിസിനസ്സിൽ സക്സസ് ആയാൽ അവൻ അത് കോപ്പി അടിക്കാൻ നോക്കും. അത് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും. അങ്ങനെയല്ല, അതുപോലെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് സിബ്ര എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഞാൻ ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രെയിനും പെയിനും ഉണ്ട്, ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇപ്പം ഞാനല്ല, എൻ്റെ ഒരു ടീമുണ്ട് എൻ്റെ പുറകെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പേര് എൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ എൻ്റെ CTO അബ്ദുൽ ഹമീദ്. പുള്ളി കാസർഗോട്ടുകാരനാണ്. പുള്ളി അങ്ങനെ ഒരു സമയത്ത് ഞാനൊരു സോളോ പ്ലെയർ ആയിരുന്നു, ഒറ്റയ്ക്ക്. കാരണം അങ്ങനെ ആകുമ്പോൾ എനിക്ക് അവരോടും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രം ചെയ്തിരുന്നൊരു സമയമായിരുന്നു. പിന്നീട് ഞാൻ ഈ സോളോ പ്ലേ മാറ്റി ഒരു ടീം പ്ലേൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു പരിമിതി ഉണ്ട്. ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ടീമിന് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഇന്ന് എൻ്റെ സ്ട്രെങ്ത്ത് 30 മുതൽ 65ഓളം വരുന്ന IT എക്സ്പെർട്ട് എൻ്റെ പുറകിലുണ്ട്. അവരാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്ത്. അവരെ നല്ല രീതിയിൽ അവരെ ഡീൽ ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട് ഒരു പരിധി വരെ. ഇപ്പോഴും ഞാൻ പുതിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെക്കാളും വലിയ സക്സസ് ആയ ആളുകളിരുന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ബ്രാൻഡ് ബിൽഡ് ചെയ്തത് അത് നിങ്ങൾക്ക് ഏകദേശം ഒരു 10 എപ്പിസോഡ് പറഞ്ഞാലും തീരാത്ത അത്രയും വലിയൊരു സ്റ്റോറി അതിൻ്റെ പുറകെ ഉണ്ട്. ഇപ്പം എനിക്ക് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളോടുള്ളൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30+ കഴിഞ്ഞാൽ 30+ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. 40+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ ശ്രമിക്കണം. കാരണം നമുക്കൊക്കെ നമ്മളതായിട്ടുള്ള കഴിവുകളുണ്ട്. ഈ കഴിവുകൾ നമ്മൾ മറ്റൊരാൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം നമ്മുടെ കഴിവുകൾ നമുക്ക് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാമെന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ ഏകദേശം എൻ്റെ ഒരു കേസ് എങ്ങനെയായിരുന്നു? ഞാനൊരു പ്യുവർ ബിസിനസ് ഓറിയൻറ്റഡ് ആയിരുന്നു. കാരണം അവിടെ ചിലപ്പോൾ എൻ്റെ ഫാമിലിയെ പോലും ചില സമയത്ത് എനിക്ക് വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ റിവേഴ്സ് ചെയ്യാണ്. കാരണം ഞാൻ വേൾഡിൽ ഏത് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബിസിനസ് കം പ്ലഷർ, ബിസിനസ്സും പ്ലഷറും. നമ്മളിപ്പോൾ ഇരിക്കുന്നത് പരിശുദ്ധ റംദാൻ കാലം, അതും സൗദി അറേബ്യയിൽ ഏറ്റവും പവിത്രമായ സ്ഥലം. എന്തു തോന്നുന്നു നോമ്പിനെക്കുറിച്ച്? എല്ലാവരും പറയാറുണ്ട് പ്രവാസികൾക്കാണ് നോമ്പ് ഏറ്റവും സുഖകരമായ അനുഭവം തരുന്നതെന്ന്. എന്ന് വെച്ചാൽ നോമ്പ് പിടിക്കാൻ ഏറ്റവും സുഖം നാട്ടിലും കൂടുതൽ ഇവിടെയാണെന്ന് പറയും. ഈ നോമ്പിൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഒന്ന് പറയാമോ? നോമ്പിൻ്റെ ഓർമ്മകൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഞാൻ തുടങ്ങുന്നത് മദീനയിൽ. എനിക്കൊരുപാട് നല്ല ഓർമ്മകളാണ്. നാട്ടിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ. അതിനുശേഷം പിന്നെ നമ്മളൊരു സർട്ടൻ ടൈം കഴിഞ്ഞ് ഇവിടെ വന്നു. പിന്നെ നോമ്പിന് നമ്മൾ അറിയാമല്ലോ, നാട്ടിൽ നനച്ചുളി എന്നൊക്കെ പറയും, നമ്മുടെ അവിടെ വീടൊക്കെ വൃത്തിയാക്കലും അത് കഴിഞ്ഞ് ഒരു ഉമ്മാൻ്റെ ഒരു നാട്ടിലെ ഹോംലി ഫുഡ്, തരിക്കഞ്ഞി, അങ്ങനെയുള്ള മലപ്പുറത്ത് അവരുടേതായിട്ടുള്ള ജീരകക്കഞ്ഞി ഞങ്ങളവിടെ കുറവ്. അത് കോഴിക്കോട്, കണ്ണൂർ ഭാഗം ഞങ്ങളവിടെ ഇങ്ങനെ തരിക്കഞ്ഞി അങ്ങനെയുള്ളതെല്ലാം ഇതൊക്കെ ആയിട്ട്
പിന്നെ എന്താണ് നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് അറിയില്ലല്ലോ നോമ്പിന് വളരെ ഇതാണ്. നമ്മൾ നോമ്പെടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ദിവസം കാൽഭാഗം എടുക്കും, അരയെടുക്കും, അങ്ങനെ 4 ദിവസം കൂടുമ്പോൾ അങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. അത് കഴിഞ്ഞ് ഞാൻ വരുന്നത് മദീനത്താണ്. മദീനക്ക് ഒരുപാട് പ്രത്യേകതയുള്ളൊരു നഗരമാണ്. ക്രൈം റേറ്റ് കുറവ്, അതുപോലെ മദീന നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഹോളി സിറ്റിയാണല്ലോ മദീന. അപ്പം മദീനയിൽ ഞാൻ കണ്ടൊരു ഇത് എന്നെ സംബന്ധിച്ച് പിന്നെ അറിയാം, നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും പട്ടിണിയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഇതൊക്കെ ഉള്ള ഒരു ഇതിൽ മദീനയിൽ ഞാൻ മദീനയിലാണല്ലോ ഫസ്റ്റിൽ ഞാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ഹറമിൽ പോകുമ്പം കാണുന്നൊരു കാഴ്ച, ലോകത്ത് പല ഭാഗത്തും ഭക്ഷണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളം ഉണ്ടാക്കുന്നിടത്ത് ഇവിടെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അറബികൾ പരസ്പരം മത്സരിക്കും. അതുപോലെ മദീനയിൽ നോമ്പ് കാലത്ത് ഞാനിടക്ക് അന്നൊന്നും നമ്മൾ വണ്ടിയും ഇതൊക്കെ ഇല്ലാത്ത സമയത്ത് ഹറമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പം പിന്നെ ഒരു 100-110 വയസ്സുള്ള സൗദികൾ വളരെ കാഴ്ചയും അവർ ഡ്രൈവ് ചെയ്യുന്നു. കാരണം അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള, വളരെ റിലീജിയസ് ആയിട്ടുള്ള, അവർ എന്താ പറയുക, അവർ വർണ്ണിക്കാൻ പറ്റില്ല അത്രക്കും ഇതുള്ള സൗദികൾ. അവർ സ്നേഹത്തോടെ നമ്മൾ വണ്ടി കയറ്റുന്നു, അത് കഴിഞ്ഞ് അവിടെ കൊണ്ടിറക്കുന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവർ പൈസ മേടിക്കില്ല. അവർക്ക് ദൈവത്തിൻ്റെ ആ പ്രതിഫലം അത് മാത്രം കാംക്ഷിച്ച് ചെയ്യുന്ന കുറേ നല്ല ഓർമ്മകളായിരുന്നു മദീന. ഇവിടെ 27 വർഷക്കാലമായി എന്ന് പറയുന്നു. നാടായിട്ട് ബന്ധം വിട്ട് ഞാൻ പറയില്ല, നാട്ടിൽ നിന്ന് പോന്നിട്ട് ജീവിതം കെട്ടിപ്പൊക്കിയത് സൗദി അറേബ്യയുടെ മണ്ണിലാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ, നാട്ടിലോട്ട് നോക്കുമ്പോൾ എന്തു തോന്നുന്നു ഇവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ? നാട്ടിൽ ഒരുപാട്, ഇപ്പം ഞാൻ എൻ്റെ ഏരിയ, എൻ്റെ ഗ്രാമം എടത്തനാട്ടുകര പെരിന്തൽമണ്ണക്കടുത്ത്. പക്ഷേ എൻ്റെ ഓഫീസും അത് കൂടാണ്ട് എനിക്ക് എജുമെൻ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് നാട്ടിൽ, പ്യൂർ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. അതായത് ഈ 1ാം ക്ലാസ് മുതൽ ഏകദേശം ഒരു 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ക്ലിനിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഞങ്ങളവിടെ. എൻ്റെ പാർട്ട്നേഴ്സ് അതിലുള്ളത് ഒന്നൊരു ഡോക്ടർ ഹനീഫാണ്, MBS ഖത്തറിൻ്റെ പ്രിൻസിപ്പാൾ, മിസ്റ്റർ മുസ്തഫ സാറ്, പുള്ളി ഇവിടെ അൽഹുദ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. അതുകൂടാണ്ട് ഒരു ER അലി എന്ന് പറയും, പുള്ളി നാട്ടിൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അവരെല്ലാം അധ്യാപകരാണ്, ഞാൻ മാത്രമേ IT എന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്ഥാപനം പെരിന്തൽമണ്ണ മഞ്ഞളാംകുഴി അലി MLA അലിക്കാണ് നമ്മളെ അവിടുത്തെ കാര്യങ്ങളെല്ലാം സഹായിക്കുന്നത്. പുള്ളിയുടെ പഴയ ഓഫീസിലാണ് ഐഷ കോംപ്ലക്സിൽ നമ്മുടെ ഓഫീസുള്ളത്. അപ്പോൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങാൻ കാരണം നമ്മുടെ നാടുമായിട്ടും നമ്മൾ ബന്ധപ്പെടണം. പിന്നെ ഇപ്പം എൻ്റെ ഒരു എടത്തനാട്ടുകര എന്ന് പറയുന്ന വളരെ അതായത് ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുള്ളൊരു ഗ്രാമം കൂടെയാണത്. അതേസമയം ഒരുപാട് പ്രത്യേകത ഉണ്ട് എടത്തനാട്ടുകരക്ക്. അപ്പം ഈ എടത്തനാട്ടുകരയെ ഞാൻ നോക്കിക്കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീടും പരിസരവും നോക്കിക്കാണുമ്പോൾ വല്ലാത്തൊരു പുരോഗതിയാണ് നാട്ടിൽ. കാരണം ഒരു ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഇപ്പം നാട്ടിൽ നിന്ന് കുറേ കുറഞ്ഞു മാറി, അതായത് എലിമിനേറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ. അങ്ങനെ ഒരു ഇതില്ല. പിന്നെ കുട്ടികളൊക്കെ എന്താണ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ, പക്ഷേ അതിലും എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ സിസ്റ്റം മാറിയിട്ട് ടെക്നോളജി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആവണം. പക്ഷേ എല്ലാ മേഖലയിലും വലിയ പുരോഗതിയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളും സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇങ്ങനെ പോരാ നമ്മളെ നാട്, ഇതിലും എവിടെ എത്തേണ്ടതാണ്. അതിന് കാരണം എന്താ, നമ്മുടെ ഗവൺമെൻറ്റുകൾ നമ്മുടെ ആളുകളുടെ കഴിവ് നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കാൻ പറ്റുന്നില്ല. ഇനിയും ഒരുപാട് വളരാനുണ്ട്. പക്ഷേ ഈ നമ്മുടെ ആളുകളെ വെച്ചിട്ടാണ് ദുബായ് ആവട്ടെ ഇവിടേക്ക് ആവട്ടെ വളരുന്നതും ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ അപ്ലൈ ചെയ്യുന്നതും അല്ലേ. അപ്പം അവരും എന്തായിരിക്കണം, ഇതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇനിയുള്ള, അത് റൂളിംഗ് പാർട്ടി ആവട്ടെ ഓപ്പോസിഷൻ, അത് എല്ലാവരും ഉത്തരവാദികളാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം ചാനലിന് വേണ്ടിയിട്ട് താങ്കളെ പരിചയപ്പെടുത്തുവാൻ. ഒട്ടേറെ വർഷക്കാലം, 24 വർഷം അല്ലേ? 24 വർഷം. കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം? നാട്ടിൽ നിന്ന് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വിളിച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. ഏത് സുഹൃത്താണ്? എൻ്റെ അടുത്ത സുഹൃത്ത് രത്നാകരൻ. പുള്ളി ഇവിടെ ആയിരുന്നോ? പുള്ളി 30 വർഷത്തോളം സൗദിയിൽ. പഠനമൊക്കെ കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം പ്രീ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു. നേരെ ഉദ്ദേശിച്ച ഗൾഫ് തന്നെ, കൂടുതൽ പഠനം വേണ്ട, നമുക്ക് അറേബ്യയിൽ വന്നിട്ട് നോക്കാമെന്ന് വെച്ചു അല്ലേ? ഇവിടെ വന്നിട്ട് എന്തായിരുന്നു, ജോലിയായിരുന്നോ? റെസ്റ്റോറൻറ്റിൽ ജോലിയാണ്. റെസ്റ്റോറൻറ്റിൽ ജോലിയായിരുന്നു. അതാണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ. അതിനുള്ള അനുഭവത്തിന് റെസ്റ്റോറൻറ്റിൽ അധികം 4 വർഷം. 4 വർഷം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഐഡിയ. അപ്പോൾ അതിനും ഏതെങ്കിലും സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടാവും? ഈ രത്നാകരൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയത് രത്നാകരനായിട്ടാണോ? അല്ല, പാർട്ട്ണർഷിപ്പ് ഒന്നുമില്ല, അല്ലാതെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട്. ആദ്യം എവിടെ തുടങ്ങിയത്? ആദ്യമേ സലാമത്ത് റെസ്റ്റോറൻറ്റ് ബഗ്ലഫ്. അതിപ്പോഴും നന്നായിട്ട് പോകുന്നതല്ലേ? നന്നായിട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ എങ്ങനെ വലിയ സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്? അല്ല, ചെറിയൊരു സ്ഥാപനമായിട്ടാണ് തുടങ്ങിയത്. പിന്നെ വലുതാക്കി പിന്നെ
പിന്നെ ഡെവലപ്പ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള വളർച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ? വളർച്ചയൊക്കെ മുന്നോട്ടേ പോയിട്ടുള്ളൂ, താഴേക്കൊന്നും വന്നില്ല, എല്ലാം ഉഷാറായിട്ട് പോയിക്കൊണ്ട്. ഇപ്പോൾ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇവിടെ? ഇപ്പോൾ 3 സ്ഥാപനങ്ങൾ. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് അൽഫജർ റെസ്റ്റോറൻറ്റ്. അൽഫജർ. പിന്നെ വേറെ? പിന്നെ ഇന്ത്യൻ സ്പൈസി റെസ്റ്റോറൻറ്റ്. അതെങ്ങനെ ഓരോ 3 3 സ്പെഷ്യൽ ഫുഡാണ്? അല്ലല്ല, ഫുഡല്ല, ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. 3 പേരിൽ 3 ഏരിയ. പിന്നെ സ്പോൺസർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 3ലും മേൽനോട്ടം വരുമല്ലേ, നോക്കാൻ പറ്റുമല്ലേ? പോയി നോക്കൂ, എല്ലാ ദിവസവും എല്ലാ കടയിലും പോകും. ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് കാശ് വാങ്ങിക്കാന്നുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ബിസിനസ്സാണ് അല്ലേ? നല്ല ഫുഡ് കൊടുക്കാണ്ട് അവർ തന്നെ പറയാം നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് പൈസ വരുമ്പോൾ, അങ്ങനെ ആൾക്കാർ പൈസ വരുമ്പോൾ നമ്മുടെ നല്ല ഫുഡാന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി അല്ലേ? അതിനായിട്ടില്ല, അത് വേറൊരു ബിസിനസ്സിനുമില്ല അങ്ങനെ. നല്ല ഭക്ഷണമെന്ന് ആൾക്കാർ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് പ്രാധാന്യം വരും. അതെ അതെ. അപ്പോൾ എന്തായാലും 3 റെസ്റ്റോറൻറ്റ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. എന്ത് തോന്നുന്നു ഇവിടെ അറേബ്യൻ രാജ്യത്ത് നിൽക്കുമ്പോൾ നാട്ടിൽ നിന്ന് എടുത്ത തീരുമാനം കറക്റ്റായിരുന്നു തോന്നുന്നുണ്ടോ അന്ന്? തീർച്ചയായിട്ടും നല്ല തീരുമാനമായിരുന്നു. നാട്ടിൽ തന്നെ നമുക്ക് ഇത്ര ഡെവലപ്പാകാൻ കഴിയില്ല. ഇവിടെ നമുക്ക് അറബ്സിനോട് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെ നമുക്ക് മലയാളികളോട് അവരുടെ സമീപനം? നല്ല സമീപനം. രാത്രി പകലാകുന്ന ഒരു അന്തരീക്ഷമാണ് അല്ലേ നോമ്പുകാലം. പ്രത്യേകിച്ച് ഹോട്ടലായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ടൈം തുറന്നു വെക്കുന്നത്. കസ്റ്റമേഴ്സ് 4 മണി വരെയൊക്കെ ഉണ്ടാവും. അത്താഴം കഴിക്കാനൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നോമ്പിന് എന്താ സ്പെഷ്യാലിറ്റി ഫുഡൊക്കെ? നോമ്പിന് നമ്മുടെ ഇതൊക്കെ തന്നെയാണ്, ഫുള്ള് ഫുഡ് ഇതൊക്കെ തന്നെ. പിന്നെ നോമ്പ് തുറക്കി ഇഫ്താറിന് നല്ല എന്തൊക്കെ പലഹാരങ്ങൾ ഐറ്റംസ് ഒരുപാട്. നമ്മുടെ നാട്ടിലുള്ള തരിക്കഞ്ഞി അങ്ങനെയുള്ള തരിക്കഞ്ഞിയുണ്ട്, ജീരകഞ്ഞിയുണ്ട്, പിന്നെ ജ്യൂസുകൾ ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, സ്നാക്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇഫ്താർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ കിട്ടാറുണ്ട്? ഓർഡർ കിട്ടും. എത്ര അധികം പേർക്കൊക്കെ വരും? ഇപ്പോൾ ഇവിടുന്ന് 100 പേർക്ക് ഡെയിലി ബിരിയാണി കൊടുക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണി 100 ആൾക്ക് എല്ലാ കടയിലും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അല്ലാതെ ഇഫ്താറിനായിട്ട് നമ്മളിവിടെ എല്ലാവർക്കും ഇഫ്താർ ഫ്രീ ആണ്. ആർക്ക്? എല്ലാ കസ്റ്റമേഴ്സും. ഒരു മാസം ഫുൾ. അതെ, അത് കൊള്ളാം. അതൊരു സർവീസാണ്. ഇപ്പോൾ നമ്മളൊരു മാസം എല്ലാവർക്കും ഫ്രീ. ഇവിടെ വന്ന് സീറ്റിലിരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മൊത്തം. അത് ശരി. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന വേറെ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ടോ? എൻ്റെ അറിവിൽ ഇവിടെ ഒന്നും ഇല്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അതെ അതെ. നമ്മൾ 30 ദിവസവും അത് ആദ്യം മുതൽ അങ്ങനെ തന്നെ. അത് ശരി. 20 വർഷമായിട്ട് അങ്ങനെ. നമ്മുടെ ഈ പരിപാടി ഓർമ്മയിൽ ഒരു നിലാവ് എന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് നോമ്പ് കാലത്ത് മാത്രം ഞങ്ങൾ ഒരുക്കുന്ന പ്രോഗ്രാമാണ്. ഇതിൽ അതിഥികളും നോമ്പിനെ കുറിച്ച് കൂടുതൽ പറയാതെ നോമ്പിൻ്റെ ഓർമ്മകൾ സുഹൃത്തുക്കൾ ഒരുപാട് ഇസ്ലാം മത വിശ്വാസികളുടെ നാട്ടിലായാലും കോഴിക്കോടായാലും ഇവിടെയായാലൊക്കെ ഉണ്ടാവും. നോമ്പിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ താങ്കളുടെ മനസ്സിലിപ്പോൾ വരുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം വല്ലതും ഉണ്ടോ? നല്ല കാര്യങ്ങളെ വയ്ക്കണം. ഒരു മാസം നമുക്ക് വളരെ സന്തോഷമുള്ള മാസമാണ്. എല്ലാം മറന്ന് എല്ലാവരും ഒന്നിച്ച് നല്ല സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാസമായിട്ട് നമ്മൾ കാണുന്നത്. സമാധാനം ഹൃദയശുദ്ധിയാണല്ലോ. നോമ്പ് എന്തുകൊണ്ടും നമ്മുടെ ശാരീരിക ശുദ്ധി മാത്രമല്ല മാനസികമായിട്ടുള്ള ശുദ്ധി കൂടി വരുത്തുന്ന ഒരു കാര്യമായിട്ടാണ്. എല്ലാ നോമ്പും നമ്മളും അതേപോലെ നോമ്പ് പിടിക്കും. അതെ അതെ. എല്ലാ മതവിഭാഗത്തിനും നോമ്പുണ്ട്, പല രീതിയിലാണെന്ന് മാത്രം. ഇസ്ലാം മതവിശ്വാസികളുടെ നോമ്പാണ് കുറച്ചുകൂടി. 30 ദിവസം നമ്മൾ നോമ്പ് പിടിക്കുമല്ലേ? നോമ്പ് പിടിക്കാറുണ്ട്. കുടുംബത്തെക്കുറിച്ച് പറയും. വൈഫിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ബിസിനസ്സിൽ? കുഴപ്പമൊന്നുമില്ല, അവർ നല്ല സപ്പോർട്ടാണ്. വൈഫിൻ്റെ പേര്? ശോഭ. കോഴിക്കോട് കാര്യമാണ്. കോഴിക്കോട് തൊണ്ടയാട്. മക്കളെ കുറിച്ച് പറഞ്ഞില്ല? മക്കൾ 2 ആൺപിള്ളേരാണ്. അവർ ഒരാൾ പിന്നെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ നാട്ടിലുള്ളത്. മൂത്താളുടെ പേരെന്താ? മോൻ്റെ? രാഹുൽ. ഇളയാൾ അഖിൽ. അവനിപ്പം ഡിഗ്രി കഴിഞ്ഞു. എന്തായാലും ഇനിയും ഒരുപാട് വിജയിച്ചേക്കാണ് രാജു. ഇനിയും ഒരുപാട് വിജയത്തിലോട്ട് പോകട്ടെ. ഇനിയും ഒരുപാട് അറിയപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. അസ്സലാമു അലൈക്കും. ഞാൻ ചരിത്രമുറങ്ങുന്ന സൗദി അറേബ്യയുടെ മണ്ണിലാണ്. മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദിയുടെ മറ്റൊരു ഭാഗം. മലയാളികൾ ഒട്ടേറെ തിങ്ങിപ്പാർക്കുന്ന റിയാദ് നഗരം.
ഇന്നത്തെ എൻ്റെ അതിഥി കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നും കണ്ണൂർ എയർപോർട്ടിനടുത്ത് നിന്നും ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പ് റിയാദിലെത്തുകയും ഇപ്പോഴിവിടെ വലിയൊരു വ്യാവസായിക സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ രാജേഷാണ് അതിഥി. നമസ്കാരം. നമസ്കാരം സാർ. വലിയ സന്തോഷം. ഓക്കെ. റിയാദിന് ഞാൻ വന്നിട്ടൊരു ഒരാഴ്ചയായി. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പ്രമുഖരുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ച എല്ലാവരും സൗദി അറേബ്യയിൽ സന്തോഷമാണ്. ഓക്കെ. കുടുംബമായിട്ട് സംസാരിക്കുമ്പോഴും അവർക്ക് നാടിനെ ഇഷ്ടമാണ്, പക്ഷേ നാടിൻ്റെ ചില കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇവിടെ സമാധാനം, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യം സമാധാനമാണ്. ആ സമാധാനം ഇവിടെ കിട്ടുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും. ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞാൻ 23 വർഷമായി. ഇനി എന്താ ഭരണാധികാരി തിരിച്ചു പോകണമെന്ന് പറഞ്ഞെടുത്തോളം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മളെല്ലാം ആഗ്രഹം. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ നാട്ടിനെക്കാട്ടിയും എത്രയോ ഭേദമാണ് സൗദി അറേബ്യ എന്ന ഈ പുണ്യ രാജ്യം. തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദുബായ്, ഖത്തർ അവിടെയൊന്നും പോകാൻ പറ്റാത്ത സൗദി അറേബ്യയിൽ ഡയറക്റ്റ് വന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ ഗൾഫിലോട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ള ഒരു എന്താ പറയുക, അവിടെ നിന്നായിരിക്കും ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാം. എന്തായിരുന്നു ഈ സൗദി അറേബ്യയിലോട്ട് വരാനുള്ള, സൗദി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? നാട്ടിൽ നിൽക്കുന്നതിനും കൂടുതൽ അങ്ങനെയായിരുന്നു ചിന്തിക്കും. എന്നാലും സൗദി തിരഞ്ഞെടുക്കാൻ കാരണം? സൗദി മീൻസ് ഈ പറഞ്ഞ പോലെ ചിലവ് ചെയ്യാൻ ഇപ്പോൾ തിയേറ്റർ ആയാലും വേറെ പല വേ ഉണ്ട്. ഔട്ട് ഓഫ് സൗദി പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം ആ ഒരു ഇതിൽ പോവാതെ ഇവിടെ തന്നെ, അത് എൻ്റെ അച്ഛനായിരുന്നു നിർബന്ധം. എവിടെയും ഗൾഫ് കൺട്രിയിൽ പോകുന്നുണ്ടെങ്കിൽ സൗദി തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളത്. അത് അച്ഛൻ്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് പല വേ ഉണ്ട് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊന്നും വേണ്ട, നീ പോകുന്നുണ്ടെങ്കിൽ സൗദി പോയി നന്നായി വാ എന്നുള്ള ആ ഒരു ഇത്. അച്ഛൻ പ്രവാസിയല്ല, അച്ഛൻ ടാറ്റ ടെൽക്കോലായിരുന്നു അച്ഛൻ ജോലി ചെയ്തത്. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോൾ ഇവിടെ പങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, ബ്രദറിലോ ഉണ്ടായിരുന്നു. പുള്ളിയാണ് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തന്നത്. അത് ഇപ്പോഴും ഉണ്ട് ഇവിടെ. ആദ്യം ഇവിടെ വന്നിട്ട് എന്താ ചെയ്ത ജോലി ചെയ്യായിരുന്നു? ആദ്യം ഇവിടുത്തെ ഒരു കമ്പനിയിൽ, ഒരു ലബ്നോനി കമ്പനിയിലായിരുന്നു. പിന്നെ അവിടെ എന്താ, നമ്മൾ ഏബിളാണെങ്കിൽ എന്തു പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടുന്ന് തന്നു. അത് നമ്മൾ യൂസ് ചെയ്തു. ഈവൻ സൗദി അറേബ്യ എന്ന സ്ഥലം നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിബഡി ക്യാൻ ബിൽഡ് എസ് ഓൺ ബിസിനസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ബിസിനസ്സിനെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മെയിനായിട്ട് എലിവേറ്റർ ഫീൽഡിൽ അവർക്കുള്ള മെറ്റീരിയൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എത്ര യൂണിറ്റ് ഉണ്ട് അങ്ങനത്തെ ഉള്ളത്? ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 15 ഇയേഴ്സായി. ഇപ്പം ഒരു സെക്കൻഡ് യൂണിറ്റ് തുടങ്ങിയിട്ട് 2 ഇയേഴ്സ് ആവാൻ വേണ്ടി പോകുന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് പരിശുദ്ധ റംദാൻ മാസത്തിലാണ്, നോമ്പ് കാലം. നോമ്പിനെക്കുറിച്ച് വിശേഷങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. രാജേഷിനും ഉണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ. നോമ്പ് എടുക്കാറുണ്ടോ? നോമ്പ് നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നോമ്പുള്ളത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-12 കൊല്ലമായിട്ട് നോമ്പെടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് സർക്കിളും ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ എൻ്റെ ഒരു നെയ്ബറായിരുന്നു മുന്നേ ഒരു 10 കൊല്ലം ഷെരീഫ് എന്ന് പറഞ്ഞിട്ട്, കോഴിക്കോട് ഉള്ള ഷെരീഫ് സജില ദമ്പതികൾ. അപ്പോൾ അവരെ കൂടിയായിരുന്നു നമ്മളൊരു 10 വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നോമ്പ് കമ്പൽസറിയാണ്, നെയ്ബേഴ്സും കൂടി ആയതുകൊണ്ട്. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം അതിനുശേഷം അവർ പോയതിന് ശേഷം ആ നോമ്പ് ഒരു എന്താ പറയണ്ടേ, നമ്മളൊരു ഹാബിറ്റായി. നോമ്പ് തുറയൊക്കെ ഇവിടെ പങ്കെടുക്കാറുണ്ട്? ഇഫ്താർ മിക്ക ഫ്രൈഡേ നോമ്പ് തുറ. ഇപ്പോൾ
23 കൊല്ലമായില്ലേ. അപ്പോൾ ഫ്രണ്ട്സ് സർക്കിൾ തന്നെ ഇഷ്ടം പോലെ. അപ്പോൾ ആ ഓരോ വീക്കെൻഡിലും ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളായിട്ട്. ഇവിടുത്തെ ഇഫ്താറിനെ കുറിച്ചൊന്ന് പറയാമോ? ഇവിടുത്തെ ഇഫ്താറിൻ്റെ ചില രീതികളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഇഫ്താറല്ലേ ഇവിടെയൊക്കെ സൗദിയിലൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പം സംഘടനാപരമായിട്ട് തന്നെ KMCC ആയിക്കോട്ടെ, കേളി, ഒരുപാട് സംഘടന. ഇപ്പം സംഘടന എന്ന് പറയുമ്പോൾ ഒരു ഫ്രൈഡേ 2 ഇഫ്താറുള്ള 2 സ്ഥലങ്ങളിലെല്ലാം പോകേണ്ട. ആദ്യം വരുമ്പോൾ ഒറ്റ ബാച്ചിലറായിട്ടല്ലോ വന്നത് അവിടെ? ആദ്യം വരുമ്പോൾ ബാച്ചിലറായിരുന്നു. 1 വർഷം കൊണ്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ച് വന്ന ആളാണ് ഞാൻ. ഇപ്പം എന്നിട്ട് അതിനുശേഷം പിന്നെ തിരിച്ചു പോയിട്ട് പിന്നെ വന്നിട്ടാണ് ബിസിനസ് ചെയ്തത്? അതെ അതെ അതെ. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് വിവാഹം കഴിച്ചത്? അതെ, ആ കാലഘട്ടത്തിൽ. രണ്ടാമത് ഇവിടെ വന്നതിന് പോയതിന് ശേഷമാണ് വിവാഹം എല്ലാം കഴിഞ്ഞത്. മിസ്സസ് വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല ഇല്ല, മിസ്സസ് ഹൗസ് വൈഫാണ്. എന്താ പേര്? ദീപ്തി രാജേഷ്. 2 കുട്ടികളാണ്. മൂത്ത മോൻ കാളിദാസ്, മോള് ഗായത്രി. എന്തായാലും വലിയ സന്തോഷം. തിരക്ക് പിടിച്ച ആളാണ്. അതിനിടയിൽ ഇന്നിപ്പോൾ നോമ്പ് സമയം കൊണ്ട് കിട്ടിയത്. നമ്മുടെ ചാനലിന് വേണ്ടി തന്നെ അധികം സംസാരിക്കാൻ കഴിഞ്ഞതിലും തുറന്ന് പറയാൻ കഴിഞ്ഞതിലേക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് ഇൻഷാ അല്ലാ ഇനിയും കാണാം. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എല്ലാം പൂവണിയട്ടെ. ഒരുപാട് വിജയം. ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ആളാണ്, എന്നാലും ഇനിയും വിജയങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും. എല്ലാ ആശംസകളും ഞാൻ തരികയാണ്. താങ്ക് യു. എന്നാൽ നിങ്ങളെല്ലാവരും ഇവിടെ വന്നു, പരിചയപ്പെട്ടു. വളരെയധികം സന്തോഷം. ഓർമ്മയിലെ ഒരു നിലാവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഇൻഷാ അല്ലാ നിങ്ങളുടെ മുന്നിൽ ഞാൻ നാളെ എത്തുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.